Hi, welcome to another video. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പ്രൊഡക്റ്റിന്റെ എന്താണ് അൺബോക്സിംഗ് ആണ്. അതുപോലെ തന്നെ ആ ഒരു പ്രൊഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, സോ വി ഓൾ നോ ദാറ്റ് ഇപ്പോൾ ഞാൻ എന്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ പറയാൻ പോകുന്നത് ക്രിയേറ്റീൻ മോണോഹൈഡ്രേറ്റ്. ഇത് GNCയുടെ ക്രിയേറ്റീൻ ആണ്. സോ ഇത് ഞാൻ കഴിച്ചിട്ടുള്ളതാണ്. ഇത് എടുത്തിരുന്നതാണ്. ക്രാൻബെറി ഫ്ലേവർ ആണ്. പിന്നെ ഇത് GNCയുടെ ബ്ലൂബെറി ഫ്ലേവർ ആണ്. ഇതൊക്കെ എടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇത് ക്രിയേറ്റീൻ്റെ വെൽക്കോറിന്റെ ക്രിയേറ്റീൻ ആണ്. സോ ഇത് വാട്ടർമെലൻ വേവ് എന്ന് പറയുന്നതാണ്. ഇത് ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ ഫ്ലേവർ. ആൻഡ് പിന്നെ വരുന്നത് ഫ്യൂവൽ വണ്ണിന്റെ ക്രിയേറ്റീൻ വരുന്നുണ്ട്. ഇത് ഏതായിരുന്നു? ഓക്കെ, ഇത് ഫ്ലേവേർഡ് അല്ല, അൺഫ്ലേവേർഡ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന അൺഫ്ലേവേർഡ് ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ ഇത് നമ്മുടെ വെൽക്കോറിന്റെ കിവി ക്വിക്ക്. ഇത് ടേസ്റ്റ് ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് നല്ല ടേസ്റ്റ് വൈസ് ഓക്കെയാണ്. സോ ഞാൻ ഇന്ന് പുതിയൊരു ക്രിയേറ്റീൻ എന്ത് ചെയ്യുന്നുണ്ട്, അൺബോക്സ് ചെയ്യുന്നുണ്ട്. പുതിയൊരു ബ്രാൻഡിന്റെ ക്രിയേറ്റീൻ ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ടാറ്റ 1mg എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ക്രിയേറ്റീൻ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് ക്രിയേറ്റീൻ, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിയേറ്റീൻ എന്ന് പറയുന്നത് ഇൻക്രീസ് മസിൽ സ്ട്രെങ്ത്. നമ്മുടെ മസിലിന്റെ സ്ട്രെങ്ത് കൂട്ടാനായിട്ട് നമ്മളെ ഇത് സഹായിക്കും. അതായത് നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള വെയിറ്റുകളൊക്കെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഈ ക്രിയേറ്റീൻ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ക്രിയേറ്റീൻ എന്ന് പറയുന്നത് ഒരു 3 ഗ്രാം മുതൽ ഒരു 5 ഗ്രാം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റീൻ എടുക്കാം. ഓക്കെ, 3 to 5 ഗ്രാംസ് ക്രിയേറ്റീൻ എടുക്കാം. ഇത് ഞാൻ ഇതിന്റെ കൂടെ അൺബോക്സിങ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളൊരു ലിഫ്റ്റ് ചെയ്യുന്നതിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കൂട്ടാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കൂടുതൽ റെപ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ക്രിയേറ്റീൻ സഹായിക്കും. ക്ലിയർ ആണല്ലോ? സോ മസിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ ലിഫ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മോർ ലിഫ്റ്റിംഗ് മീൻസ് മോർ മസിൽസ്. ഓക്കെ, പിന്നെ അത്ലറ്റിക് പെർഫോമൻസ്, ഓടുക, ചാടുക, നടക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് ചെയ്യും, മസിൽ സ്ട്രെങ്ത് ഉണ്ടാവും. മസിൽ സ്ട്രെങ്ത് മാത്രമല്ല, അത്ലറ്റിക് പെർഫോമൻസ് കൂടും. അത്ലറ്റിക് പെർഫോമൻസ് മീൻസ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ഓടുക, ചാടുക, ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ എൻഡ്യൂറൻസ് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, ആ സമയത്ത് നിങ്ങളുടെ അത്ലറ്റിക് പെർഫോമൻസ് കൂട്ടാനായിട്ട് നമ്മുടെ ഈ ക്രിയേറ്റീൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന സംഭവം നിങ്ങളെ സഹായിക്കും. മനസ്സിലായല്ലോ? ഇനി വേറെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് ബെനിഫിറ്റ് എന്തുട്ടാ നോക്കിക്കേ, സപ്പോർട്ട് മസിൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, മസിൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. അതായത് നമുക്കറിയാം, ക്രിയേറ്റീൻ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ഒരു വലിയ ഒരു അംശം എന്ത് ചെയ്യും, ഇത് മസിൽസിൽ ഈ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. സോ വി വിൽ ഫീൽ ലൈക്ക് നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കര ഒരു പമ്പ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, ഞാനത് അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളുടെ എടുത്തു. സോ ഇങ്ങനെ ഒരു പൗച്ച് പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഹിയർ വി ഗോ. സോ ടാറ്റ 1mg പൊടിയൊക്കെ ഉണ്ട്. ടാറ്റ 1mg ക്രിയേറ്റീൻ മോണോഹൈഡ്രേറ്റ്. ഓക്കെ, ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് അൺഫ്ലേവേർഡ് ആണ്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ അടുത്ത് ചെയ്യാം. അൺഫ്ലേവേർഡ് മേടിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലേവേർഡാണ്. ഇതെല്ലാം ഫ്ലേവേർഡാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫ്ലേവേർഡ് ആണെന്നുണ്ടെങ്കിൽ എന്തോ ഒരു തരം ഫ്ലേവർ ഉണ്ട്, സ്വീറ്റ്നർ ഉണ്ട്, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ്, എന്തോ ഒരു ഫ്ലേവർ ഉണ്ട്. ഓക്കെ, സോ ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. സോ അത് നമുക്ക് ഒരു വീഡിയോ ആയിട്ട് ഞാൻ പറയാം ഇത് ഹെൽത്തി ആണോ അല്ലയോ എന്നുള്ളത്. സോ അതിന് പകരം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ക്രിയേറ്റീൻ അൺഫ്ലേവേർഡ് എടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, അൺഫ്ലേവേർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും ഫുഡിന്റെ കൂടെ ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കഴിക്കാൻ പറ്റും. എക്സാമ്പിൾ, കഞ്ഞിവെള്ളത്തിൽ കലക്കി കുടിക്കാം. ഓക്കെ, ഇത് പറ്റുമോ? ഇല്ല. ഓട്സ് ഉണ്ടാക്കുമ്പോൾ അതിൽ വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അൺഫ്ലേവേർഡ് ആണെങ്കിൽ. പക്ഷെ ഫ്ലേവേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല. ഞാനതല്ല മെയിൻ റീസൺ ഞാൻ പറയാണ്ട. ഓക്കെ, സോ സപ്പോർട്ട് മസിൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു. റിക്കവറി ഫാസ്റ്റ് ആക്കും. നമ്മൾ മസിൽസ് ഡാമേജ് ആവുന്നുണ്ടാവും, നമ്മൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് മസിൽ ഡാമേജ് സംഭവിക്കുന്നുണ്ടാവും. സോ അതിന്റെ റിക്കവറി ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് കോസ്റ്റ് ഞാൻ പറയാട്ടാ. ഇത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സൈറ്റിൽ നിന്ന് മേടിച്ചതായിരുന്നു. ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഇറ്റ്സ് അബൌട്ട് 272. ഇപ്പോൾ ഞാൻ മേടിക്കുന്ന സമയത്ത് 272 രൂപയാണ് ഇതിന്റെ വില. ഇത് ചേഞ്ച് ആവാം, ഫ്യൂച്ചറിൽ ചേഞ്ച് വരാം. ഓക്കെ, സോ ഞാൻ പറഞ്ഞു ഇത് അൺഫ്ലേവേർഡ് ആണ്. സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന്, ഇതിപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇത് അൺഫ്ലേവേർഡ് ആണ്. ഇതിന്റെ പാക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് അതിന്റെ ഒരു കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ ആണോ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സീൽ കൂടി ഉണ്ട്. ഓക്കെ, സോ നമുക്കത് അൺപാക്ക് ചെയ്യാം.
ആൻഡ് സോ നമ്മൾ പറഞ്ഞു റിക്കവറി കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാനായിട്ട് നമ്മുടെ ഈ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് നമ്മൾ യൂസ് ചെയ്യും. നെക്സ്റ്റ് വൺ, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ, കൊഗ്നിറ്റീവ് ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നല്ല രീതിയിൽ ഓർമ്മശക്തിയൊക്കെ കിട്ടാനായിട്ട് ഇത് സഹായിക്കും. എന്ന് വെച്ചിട്ട് നിങ്ങൾ എക്സാമിനൊക്കെ പോകുന്ന സമയത്ത് ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് കലക്കി കുടിച്ച് പോകണം എന്നല്ല, പക്ഷെ ഇത് ഒരു പരിധി വരെ നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ, കൊഗ്നിറ്റീവ് ഫംഗ്ഷനൊക്കെ ഇംപ്രൂവ് ചെയ്യും. എനർജി പ്രൊഡക്ഷൻ കൂടും. മെയിൻ ആയിട്ട് ചെയ്യുന്ന എനർജി പ്രൊഡക്ഷൻ കൂട്ടുന്നതാണ് കേട്ടോ ATP. ATPയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ചെറിയ ക്ലാസ്സുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിൽ എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ATP തന്മാത്രകളായിട്ടാണ്, ATP മോളിക്യൂൾസ് ആയിട്ടാണ് എനർജി സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആ എനർജിയുടെ എമൗണ്ട്, ATP മോളിക്യൂൾസിന്റെ എമൗണ്ട് കൂടാന്ന് പറഞ്ഞാൽ എനർജി കൂടാന്നാണ് അർത്ഥം വരുന്നത്. അതായത് നിങ്ങൾക്ക് കൂടുതൽ റെപ്സ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ആ ബെനിഫിറ്റ് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ജസ്റ്റ് ഓക്കെ, ഇത് പൊട്ടിക്കാനായിട്ടുള്ള സാധനങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ പിന്നെ മസിൽ ഫാറ്റീഗ് കുറയ്ക്കും. മസിൽ ഫാറ്റീഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഒരു 10, 11, 12, 13, 14, 15 അടയ്ക്കുന്ന സമയത്ത് നമ്മുടെ മസിൽ ഫാറ്റീഗ് ഉണ്ടാവും. ഈ മസിൽ ഫാറ്റീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം ഒരു ടൈപ്പ് ഓഫ് മസ്കുലർ കോൺട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മസിൽസിൽ എന്തുണ്ടാവും? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്ന സമയത്ത് നമുക്കിത് കോൺട്രാക്ട് ചെയ്യാനായിട്ടുള്ള, മസിൽസിന് കോൺട്രാക്ട് ചെയ്യാനായിട്ടുള്ള ശേഷി നഷ്ടപ്പെടും. ഫാറ്റീഗ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഇല്ലേ, വെള്ളമൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്നായിരിക്കും വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുക. നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല, കിണറൊന്നും ഇല്ലാത്ത ആളുകളുടെ കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദൂരം നിന്നൊക്കെ ആയിരിക്കും വെള്ളം താങ്ങി കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുടങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ളം പിടിച്ചു വരും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് കുറെ, അല്ലെങ്കിൽ ഒരു ബാഗ്, നമ്മൾ കുറെ ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് കൈ കടയില്ലേ, അതിനാണ് എന്ത് പറയുന്നത്? മസിൽ ഫാറ്റീഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് നേരം വെക്കും, കൈയൊക്കെ ഒന്ന് ഫ്രീ ആക്കും, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മസിൽ ഫാറ്റീഗ് ഉണ്ടാവും. അതാണ് നമ്മളെ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ, മസിൽ ഫെയിലിയർ വരെ വർക്കൗട്ട് ചെയ്യാന്ന് പറയില്ലേ. സോ മസിൽ ഫെയിലിയർ ഉണ്ടാവുന്ന ഫാറ്റീഗ് വഴിയാണ്. ഈ ഫാറ്റീഗിന്റെ ടൈം, ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഈ ഫാറ്റീഗ് ഇപ്പൊ നമ്മൾ 12 എണ്ണം അടിച്ച പിന്നെ ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അതിന്റെ ഡ്യൂറേഷൻ കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും? വൈകിപ്പിക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പൊ നമുക്ക് 12 അടിക്കുന്നത് ചിലപ്പോൾ 13, 14, 15, 16, 17 അടിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ എന്തുണ്ടാവുക? ഫാറ്റീഗ് ഫീൽ ചെയ്യുന്നത്. സോ അതിന് നമ്മുടെ ഇത് സഹായിക്കും. ഓക്കെ, അടുത്തത് മസിൽ ലോസിനെ പ്രിവെന്റ് ചെയ്യും. മസിൽ ലോസിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ വയസ്സാവുന്ന സമയത്ത് എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ എടുക്കുന്നുണ്ടേ, വയസ്സാവുന്ന സമയത്ത് വയസ്സാവുന്ന സമയത്ത് എന്തുണ്ടാവും? നമ്മുടെ മസിൽസ് ഒക്കെ കുറേശ്ശെ കുറയാനായിട്ട് തുടങ്ങും. അപ്പൊ അങ്ങനെ കുറയുന്ന സമയത്ത് ഈ നോർമലി ഈ ക്രിയേറ്റിൻ എടുക്കുന്ന സമയത്ത് എന്തുണ്ടാവും വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വലിയ തോതിൽ എന്തുണ്ടാവില്ല? മസിൽ ലോസ് ഉണ്ടാവില്ല. ഓക്കെ, മസിൽ ലോസ് ഉണ്ടാവില്ല. ഇതാണ് നമ്മുടെ 3 to 5 grams, ഓൾമോസ്റ്റ് ഒരു 5 grams ഉണ്ടാവും. സോ വി ഹാവ് എ ഷേക്കർ ഉണ്ട്. ഓക്കെ, ഇത് അൺഫ്ലേവേർഡ് ആണ് കേട്ടോ. അൺഫ്ലേവേർഡ് എന്ന് പറയുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് ഒരു വലിയ ഒരു ഗുളികയൊക്കെ ഉണ്ടാവില്ലേ, അതായത് വലിയ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത, ഭയങ്കര കയ്പൊന്നും ഇല്ലാത്ത ഒരു ഗുളികയൊക്കെ ഉണ്ടാവില്ലേ, ഒരു പാരസെറ്റമോൾ വലിയ കയ്പൊന്നും ഇല്ലാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഗുളികയൊക്കെ കഴിക്കുന്ന സമയത്ത്, അതങ്ങനെ പൊടിച്ചിട്ട് കഴിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും? അങ്ങനെ ആയിരിക്കും. അൺഫ്ലേവേർഡ് വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ജസ്റ്റ് നോക്കാം. ഒന്നുമില്ല, അതെ, ഒന്നുമില്ല. എന്തോ സംതിങ് ഒരു ഗുളികയുടെ ഒക്കെ ഒരു ചെറിയൊരു ഇതുണ്ടാവും. എന്നാലും കമ്പയർഡ് ടു ദി ഇങ്ങനെയുള്ള എന്തായിരുന്നു ഫ്ലേവേർഡ് ആയിട്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇതാണെന്ന് തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം, ഇച്ചിരി സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ട് പറയാം. ഓക്കെ, പിന്നെ വേറൊരു ഐഡിയ, നിങ്ങൾക്ക് കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള അബ്സോർപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റിൻ ഗ്ലൂക്കോസിന്റെ കൂടെ എടുക്കാം. ആ ഗ്ലൂക്കോസ് ഇച്ചിരി ഗ്ലൂക്കോസ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും നല്ല. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ്, നമ്മൾ വയസ്സാവുന്ന സമയത്ത് മസിൽ ലോസ് ഉണ്ടാവും. ഒരു 35, 36, 37 ഇയേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് മസിൽസ് കുറേശ്ശെ ലോസ് ആവാനായിട്ട് തുടങ്ങും. ഈ മസിൽ ലോസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ക്രിയേറ്റിൻ സഹായിക്കും. ഓക്കെ, പിന്നെ ബോൺ ഹെൽത്തിനെ സഹായിക്കും. ബോൺ ഹെൽത്ത് വെച്ചാൽ വയസ്സാവുന്ന സമയത്ത് നമുക്ക് തണ്ടൽ വേദന, അങ്ങനെ കുറെ വേദനകൾ, മുട്ടുവേദനയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിനൊക്കെ ഒരു പരിധി വരെ നമ്മളെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് സഹായിക്കും. ഓക്കെ, പിന്നെ ഒരുപാട് ആളുകളുടെ സംശയം, ക്രിയേറ്റിൻ എടുക്കുന്ന സമയത്ത് സേഫ് ആണോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. നമ്മൾ അത്യാവശ്യം ഒരു 3 liters ഓഫ് വാട്ടർ, വെള്ളം കുടിക്കുക. പിന്നെ ഇത് ഒരു സേഫ് ആയിട്ടുള്ള, വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളാണ്, അയാൾക്ക് കിഡ്നി പരമായിട്ടുള്ള ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത്രയും കാലത്തോളം ഇത് എന്താണ്? സേഫ് ആണ്. ഓക്കെ,
പിന്നെന്താ സൈഡ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോട്ടിംഗ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ബ്ലോട്ടിംഗ്, അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെറും വയറ്റിലൊക്കെ കുടിക്കുന്ന സമയത്തൊക്കെ ബ്ലോട്ടിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ വെറും വയറ്റിൽ എടുക്കേണ്ട കാര്യമില്ല. എടുക്കുന്ന സമയത്ത് എപ്പോഴും കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ എടുക്കാനായിട്ട് നോക്കുക. ഞാൻ പറഞ്ഞു കുറച്ചും കൂടി അബ്സോർപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഗ്ലൂക്കോസിന്റെ കൂടെ എടുക്കാം. ഒരു സ്കൂപ്പ് ഗ്ലൂക്കോസ്, കുറച്ചൊരു 5 grams ഓഫ് ഗ്ലൂക്കോസ് അതിന്റെ കൂടെ ഒക്കെ എടുക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ക്രിയേറ്റിൻ മോണോഹൈഡ്രേറ്റിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞൊരു ഐഡിയ ആണ് പറഞ്ഞിരുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതാണ് കേട്ടോ, ഇത് എന്തല്ല നമ്മുടെ ഫ്ലേവേർഡ് ഒന്നുമല്ല. ഞാനത് നോക്കി അൺഫ്ലേവേർഡ് നോക്കിയിട്ട് മേടിച്ചായിരുന്നു. കാരണം ഇത് കുറേ കഴിക്കുന്ന സമയത്ത് എനിക്ക് ഇത്തരത്തിലുള്ളത് കുറേ ഫ്ലേവേർഡ് കഴിച്ച് സംതിങ് ഐ ഫീൽ ലൈക്ക് ഒരു സുഖമില്ല. അതുകൊണ്ടാണ് ഞാൻ അൺഫ്ലേവേർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും ഓട്സിന്റെ കൂടെ ഞാൻ മിക്സ് ചെയ്ത് കഴിക്കും. സോ ഐ ക്യാൻ ഹാവ് ഇറ്റ് വിത്ത് എനിത്തിങ്. എന്ത് വേണമെങ്കിലും, എന്തിന്റെ കൂടെ വേണമെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ. ആൻഡ് നമ്മൾ വേറൊരു സംഭവത്തിന്റെ അൺബോക്സിങ്, ജസ്റ്റ് എ മൊമെന്റ്, വി ഹാവ് another box here. വേറൊരു ബോക്സ് ഉണ്ട്, ന്യൂട്രാബേയുടെ ഒരു ബോക്സ് ആണിത്. സോ ഇതിലെന്താണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം, അതിന്റെ ബെനിഫിറ്റ്സും പറയാം. ഇനി ഇതിന്റെ കൂടുതൽ, ഇത് ഞാൻ പറഞ്ഞു അങ്ങനെ വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ല. ഇനി അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. ജസ്റ്റ് കമന്റ് ബിലോ വാട്ട് യു വോണ്ട്. ആൻഡ് പിന്നെ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇത് ന്യൂട്രാബേയുടെ ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ, എന്താണെന്നുള്ളത് പറയാം. ആൻഡ് നമ്മൾ നോർമലി സാധാരണ ആളുകൾ എടുക്കാത്തൊരു സംഭവമാണ് കേട്ടോ. ഇതിന് പകരം വേറൊരു സാധനം എടുക്കാറ്, പക്ഷേ ഇത് എടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. എന്താണെന്ന് ഞാൻ പറയാം. So that's all for today. And if you like this video, please like, share, subscribe. Thank you.